നമസ്കാരം, റിയൽ ന്യൂസ്. ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 50ാം വാർഷികാഘോഷ പരിപാടിയായ ആകാശമിഠായി 2025 ഭാഗമായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അനിത ഉദ്ഘാടനം ചെയ്തു. ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലെ +2 വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് VK വിജയൻ അധ്യക്ഷനായി. ജീവിത വിജയവും സാമൂഹ്യ ഇടപെടലും എന്ന വിഷയത്തിൽ ശ്രീജിത്ത് വിയൂരും തുടർ പഠന സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ VK സുബീഷും ക്ലാസ് എടുത്തു. ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 50ാം വാർഷികാഘോഷ പരിപാടിയായ ആകാശമിഠായി 2025 ഭാഗമായാണ് പ്രതിഭാ സംഗമം പരിപാടി സംഘടിപ്പിച്ചത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലെ +2 വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി ആദരിച്ചു. ബാങ്ക് സെക്രട്ടറി മോൻസി വർഗീസ് ആമുഖ ഭാഷണം നടത്തി. ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളായിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഇവിടെ ബാങ്കിൽ വരികയും നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയിട്ടൊക്കെ ഇടപാടുകൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പിൻതലമുറക്കാരായ ഞങ്ങൾ സ്നേഹപൂർവ്വം നിങ്ങളെ ഈ ചടങ്ങിൽ ആദരിക്കുകയാണ്. കാരണം ഇത് ഞങ്ങളുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണ്. പരിപാടി ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അനിത ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിൽ എല്ലാ കാര്യത്തിനും കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണ് ഉള്ളത്. കുട്ടികളുടെ കഴിവിനെ കണ്ടെത്തി ആ കഴിവിനെ ഏതൊക്കെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും എന്നുള്ള രീതിയിലേക്കും അധ്യാപകരും സ്കൂളുകളും മത്സരിക്കുന്ന ഒരു കാലമാണിത്. ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ജയിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വിദ്യാഭ്യാസം മാത്രമല്ല, ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്. ആ കഴിവുകളെ ഓരോന്നിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാനും ആ കഴിവുകൾ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ചെടുക്കാനും കഴിയണം. ബാങ്ക് പ്രസിഡന്റ് VK വിജയൻ അധ്യക്ഷത വഹിച്ചു. തുടർ പഠന സാധ്യതകൾ എന്ന വിഷയത്തിൽ കൊയിലാണ്ടി മുജുകുന്ന് ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ VK സുബീഷ് ക്ലാസ് എടുത്തു. നമ്മുടെ കേരളത്തിൽ 4 വർഷ ബിരുദം നടപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതുവരെയുള്ള ഒരു രീതിയിലല്ല നമ്മുടെ പഠനം മുന്നോട്ട് പോകാൻ പോകുന്നത്. 4 ഇയർ UG പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമൊക്കെയാണ് നിങ്ങളിപ്പോൾ +2 സയൻസ് കഴിഞ്ഞു, അല്ലെങ്കിൽ കൊമേഴ്സ് കഴിഞ്ഞു, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞു, ഇങ്ങനെ 3 സ്ട്രീമിലാണല്ലോ +2 കഴിഞ്ഞാൽ സയൻസ് കഴിഞ്ഞ കുട്ടികൾ BSc ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ അങ്ങനെയുള്ള പഠിക്കാൻ പോകും. കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ BComനോ BBAക്കോ പോകും. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾ BA ഹിസ്റ്ററിയോ BA എക്കണോമിക്സ് അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പോകും. എന്നാൽ ഇപ്പോൾ നമ്മൾ സയൻസ് കഴിഞ്ഞ് നിങ്ങൾ BScക്കാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൈനർ കോഴ്സുകളായി BA ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ BComലൊക്കെ ഉള്ള കുട്ടികളുടെ മൈനർ കോഴ്സുകൾ പഠിക്കുകയും ആ സമയം നിങ്ങൾക്ക് അതാണ് കൂടുതൽ എനിക്കിഷ്ടം എന്ന് തോന്നിയാൽ നമുക്ക് ആ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള സ്ട്രീമുകളിലേക്ക് മാറിപ്പോകാനുള്ള അക്കാഡമിക് ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഓട്ടോണമി പുതിയ ഒരു സംവിധാനത്തിലുണ്ട്. ജീവിത വിജയവും സാമൂഹ്യ ഇടപെടലും വിഷയത്തിൽ ശ്രീജിത്ത് വിയൂർ കുട്ടികളുമായി സംവദിച്ചു. ഇനി അങ്ങോട്ട് ഫോക്കസ് ഏതുപോലെ ആയിരിക്കണം എന്നറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊക്കെ UP സ്കൂൾ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. സൂര്യപ്രകാശം 12 മണിക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പം പഴയ കണ്ണടൻ്റെ ലെൻസ് ആയിട്ട് പോകും. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലെൻസ് എടുക്കുക, വട്ടത്തിലുള്ള ലെൻസ് എടുക്കുക, എന്നിട്ട് കടലാസ് ഇങ്ങനെ കീറുക. ഓക്കെ, കടലാസ് കീറിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സ്പെരിമെന്റ് കത്തിക്കുന്നതൊക്കെ അറിയുന്ന കേസാണത്. അതിലൊരു ഭയങ്കര രാസമിളനമുണ്ട്, ഭയങ്കരമായ ഒരു മാജിക് ഉണ്ട്, ഭയങ്കരമായ ഒരു ഫിലോസഫി ഉണ്ട്. അതാ ഫോക്കസ് ഉള്ള വാക്ക്. തുടർന്ന് അദ്ദേഹം മാജിക് അവതരിപ്പിച്ചു. PV ഭാസ്കരൻ കിടാവ്, ദിവാകരൻ ഉള്ളിയേരി, ശ്രീജ, ഷനീത സോപാനം, സുനിത അദ്വൈതം, പാപ്പുരാജ് കുന്നത്തറ, വിനോദ് കക്കഞ്ചേരി എന്നിവർ സംസാരിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.